നമസ്കാരം, മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇസ്തിരിപ്പാട്ടിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്റർ മിൻ ടി വി യൂട്യൂബ് ചാനലിലൂടെ ഏവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അതിലെ കമൻറ്റുകൾ അനുസരിച്ച്, അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സോഷ്യൽ സയൻസിലെ ബുദ്ധിമുട്ടാർന്ന രണ്ടാമത്തെ അധ്യായമായ സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് 5 മാർക്ക് തീർച്ചയായും ചോദിക്കുന്ന വളരെ ഈസി മെത്തേഡിലൂടെ നമുക്ക് ഈ ചാപ്റ്ററിനെ പരിചയപ്പെടാം. അധ്യായം സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, മലയാളത്തിൽ സമരവും സ്വാതന്ത്ര്യവും. ഈ ചാപ്റ്ററിനെ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ആശയങ്ങൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ട് ആശയങ്ങളെ പ്രധാനമായും 3 ആക്കി തരംതിരിക്കുന്നു. ഒന്നാമത്തത് റീജിയണൽ സ്ട്രഗിൾ, പ്രാദേശിക സമരങ്ങൾ. രണ്ടാമത്തത് നാഷണൽ സ്ട്രഗിൾ, ദേശീയ സമരങ്ങൾ. മൂന്നാമത്തത് ഓൾട്ടർനേറ്റീവ് പാത്ത്, വേറിട്ട വഴികൾ. ഈ 3 വിഭാഗങ്ങളായിട്ട് ഈ ചാപ്റ്ററിനെ മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഇതിലെ മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയും. ഇതിലെ 3 വിഭാഗങ്ങൾ: ഒന്ന് റീജിയണൽ സ്ട്രഗിൾ, പ്രാദേശിക സമരങ്ങൾ. 2 നാഷണൽ സ്ട്രഗിൾ, ദേശീയ സമരങ്ങൾ. 3 ഓൾട്ടർനേറ്റീവ് പാത്ത്, വേറിട്ട വഴികൾ. ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രാദേശിക സമരം, റീജിയണൽ സമരം. പ്രാദേശിക സമരങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രധാനമായ 3 പ്രാദേശിക സമരങ്ങളാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ. ഗാന്ധിജിയുടെ പ്രധാനമായ 3 പ്രാദേശിക സമരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വർഷങ്ങൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1917 ചമ്പാരൻ സത്യാഗ്രഹ, 1918 അഹമ്മദാബാദ് മിൽ സമരം, 1918 ഖേദ സത്യാഗ്രഹ. ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയെ പ്രാദേശിക തലത്തിൽ അറിയപ്പെട്ട സമരങ്ങളായി മാറിയത്. 3 സമരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വിദ്യാർത്ഥികൾ വർഷങ്ങൾ ഓർത്തിരുന്ന് പഠിക്കേണ്ടതാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ തൊഴിലാളികളുടെ സമരം, കോട്ടൺ മിൽ സ്ട്രൈക്ക്. 1918 തന്നെ 3ാമത്തെ സമരമായ ഖേദ സത്യാഗ്രഹ. വർഷങ്ങൾ ഓർത്തിരിക്കണം. അതിൻ്റെ സംഭവം, സമരങ്ങൾ നടന്ന സ്ഥലങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തത് ചമ്പാരൻ സത്യാഗ്രഹം 1917 ബീഹാർ. രണ്ടാമത്തത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. രണ്ടാമത്തത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് 1918 ഗുജറാത്ത്. മൂന്നാമത്തത് ഖേദ സമരം 1918 ഗുജറാത്ത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 അഹമ്മദാബാദ് മിൽ സമരം, 1918 ഖേദ സത്യാഗ്രഹ. ഈ 3 സമരങ്ങളാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാദേശിക സമരങ്ങൾ. ഈ പ്രാദേശിക സമരങ്ങൾ കഴിഞ്ഞോടുകൂടി ദേശീയ തലത്തിൽ ഗാന്ധിജിയെ എല്ലാവരും അറിയുകയും ഗാന്ധിജിയുടെ സമര രീതികൾ എല്ലാ ആളുകളും മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജിയുടെ സമരമുറകളും ഗാന്ധിജിയെ കുറിച്ച് എല്ലാവർക്കും ധാരണയുണ്ടായത് ഈ ഗാന്ധിജിയുടെ 3 പ്രാദേശിക സമരങ്ങൾ അല്ലെങ്കിൽ ഈ റീജിയണൽ സ്ട്രഗിൾ കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നാഷണൽ സ്ട്രഗിളിലേക്കാണ്. ദേശീയ തലത്തിൽ ഗാന്ധിജിയുടെ സമരങ്ങൾ. ദേശീയ തലത്തിൽ ഗാന്ധിജിയുടെ സമരങ്ങൾ വരുന്നതിന് മുമ്പ് 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഒരു പ്രധാനപ്പെട്ട നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന ആളുടെ റൗലറ്റ് നിയമം 1919 പാസ് റൈറ്റ് ലിമിറ്റ് ചെയ്യുന്ന നിയമമായിരുന്നു. 1919 സിഡ്നി റൗലറ്റ് പാസാക്കിയ റൗലറ്റ് നിയമം. ഇതിനെതിരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ, ചരിത്രത്തിൽ ഇടം നേടിയ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാണ് 1919 റൗലറ്റ് ആക്ട്. പ്രതിഷേധക്കാരെ വെടിവെക്കുകയും ആ വെടിവെപ്പിൽ 379 ഇന്ത്യക്കാർ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന്.
1919 റൗലറ്റ് ടാക്സ്, അതിന് തുടർന്ന് വരുന്ന 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഗാന്ധിജിയുടെ നാഷണൽ സ്ട്രഗിൾ ആരംഭിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരം എന്ന് പറയുന്നത് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. 1920 ഗാന്ധിജിയെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ സമരമാണ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്നാൽ മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ട് എല്ലാ തരത്തിലും നിസ്സഹകരണം എന്നാണ്. നോ കോപ്പറേഷൻ എന്നാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കുറച്ച് ആശയങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ താല്പര്യപൂർവ്വം പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മുമ്പോട്ട് വെച്ച വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ്. രണ്ടാമത്തത് ബോയ്കോട്ട് ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക. മൂന്നാമത്തത് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് സ്കൂൾ ഒഴിവാക്കുക, സ്റ്റുഡൻസ് ബോയ്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. ലോയേഴ്സ് ബോയ്കോട്ട് കോർട്ട്, വക്കീലന്മാർ അവരുടെ കോടതി ബഹിഷ്കരിച്ചു. ഈ രീതിയിലുള്ള ബഹിഷ്കരണമാണ് നിസ്സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. ഒന്നും കൂടി നമുക്ക് പരിശോധിക്കാം ഏതൊക്കെയായിരുന്നു ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പ്രാധാന്യം കൊടുത്ത പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഒന്നാമത്തത് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബോയ്കോട്ട് ഫോറിൻ ഗുഡ്സ്. രണ്ടാമത്തത് ഇലക്ഷൻ ബഹിഷ്കരിക്കുക, ബോയ്കോട്ട് ജനറൽ ഇലക്ഷൻ. മൂന്നാമത്തത് സ്റ്റുഡൻസ് ബോയ്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ. ലോയേഴ്സ് ബോയ്കോട്ട് കോർട്ട്, അതായത് വക്കീലന്മാർ അവരുടെ കോടതികൾ ബഹിഷ്കരിച്ചു. ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ഗാന്ധിജി മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട ആശയം. ഈ ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത് വെച്ച്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉത്തർപ്രദേശിലെ സ്ഥലത്തുണ്ടായ ചൗരി ചൗര സംഭവം. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവം അരങ്ങേറിയത്. ഈ ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുകയാണ്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സമരങ്ങളിൽ ഒന്നായ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധിജി ഒഴിവാക്കിയത്. 1922 ഉത്തർപ്രദേശിലെ ഒരു പോലീസ് സ്റ്റേഷൻ ഇന്ത്യക്കാർ തീവെക്കുകയും ആ തീവെപ്പിൽ 22 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് ചരിത്രത്തിൽ ചൗരി ചൗര സംഭവം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യത്തെ സമരമായ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തലാക്കിയത്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാമത്തെ സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനമെങ്കിൽ അതിനുശേഷം ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരം നടന്നത് സമരമല്ല. ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷതയിൽ ചേർന്ന ലാഹോർ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നു. ആ സമയത്ത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരമായ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഒന്നാമത്തെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ശേഷം ഗാന്ധിജി ആരംഭിച്ച രണ്ടാമത്തെ പ്രസ്ഥാനമാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമ ലംഘന പ്രസ്ഥാനം. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി ഗാന്ധിജിയുടെ പുതിയ സമരമാർഗം ആരംഭിക്കുകയും ആ സമരമാർഗത്തെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നിയമ ലംഘന പ്രസ്ഥാനം എന്ന രൂപത്തിൽ അറിയപ്പെടുകയും ചെയ്തു. ആ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കുറച്ച് പ്രപ്പോസൽ വെച്ചിരുന്നു. ഗാന്ധിജിയുടെ പ്രപ്പോസലുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ പ്രപ്പോസലുകൾ: ഒന്നാമത്തത് ഉപ്പിന്റെ നികുതി ഒഴിവാക്കുക, ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്. രണ്ടാമത്തത് ഇമ്പോർട്ട് ടാക്സ് കൂട്ടുക, അതായത് ഇറക്കുമതിയുടെ ടാക്സ് കൂട്ടുക. ഒന്നാമത്തത് ഉപ്പിലെ നികുതി എടുത്തു കളയുക, ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്. രണ്ടാമത്തത് ഇൻക്രീസ് ഇമ്പോർട്ട് ടാക്സ്, അതായത് ഇറക്കുമതിയുടെ നികുതി വർദ്ധിപ്പിക്കുക. മൂന്നാമത്തത് റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക. നാലാമത്തത് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ അവസാനിപ്പിക്കുക, മദ്യനിരോധനം. ഈ 4 പ്രപ്പോസലാണ് ഗാന്ധിജി മുമ്പോട്ട് വെച്ചത്. ഈ 4 പ്രപ്പോസലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപ്പിന്റെ നികുതി ഒഴിവാക്കുക എന്ന ആശയവുമായി ബന്ധപ്പെട്ട് 1930 നടന്ന ദണ്ഡി മാർച്ച്,
1930 അരങ്ങേറിയ ദണ്ഡി മാർച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്. ഗാന്ധിജിയുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 1930 അരങ്ങേറിയ ദണ്ഡി മാർച്ച്. അതിനുശേഷം ഗാന്ധിജിയുടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മൂന്നാമത്തെ സമരമാണ് 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ് ഗാന്ധിയുടെ ദേശീയ തലത്തിലെ മൂന്നാമത്തെ സമരവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഗാന്ധി നടത്തിയ ഏറ്റവും അവസാനത്തെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇന്ത്യ വിടുക എന്നതായിരുന്നു. ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ മുദ്രാവാക്യം ഡു ഓർ ഡൈ എന്നായിരുന്നു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട ഗാന്ധിയുടെ ആവശ്യങ്ങൾ. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നോൺ വയലൻസ് എന്ന് പറയുന്ന ഗാന്ധിയുടെ ആശയങ്ങൾ മാറി വയലൻസിലേക്ക് വഴി, നോൺ വയലൻസ് എന്ന ഗാന്ധിയുടെ ആശയത്തിൽ നിന്ന് വയലൻസിലേക്ക് വഴി തിരിയുകയും ചെയ്ത ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 ആരംഭിച്ചത്. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റോട് കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകാൻ സാഹചര്യം ഉണ്ടായത്. ഗാന്ധിജിയുടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റീവ് പാത്ത്, വേറിട്ട വഴികളാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജി അല്ലാത്ത ഒരുപാട് ദേശസ്നേഹികൾ, ധീരന്മാർ ഇന്ത്യക്ക് വേണ്ടി പോരാടിയിട്ടുണ്ട്. അവരെക്കുറിച്ച് ചെറിയൊരു വിവരമാണ് ഓൾട്ടർനേറ്റീവ് പാത്തിലൂടെ നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി അല്ലാതെ ഒരുപാട് സംഘടനകളും ഒരുപാട് സമര നേതാക്കന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതിനുവേണ്ടി പോരാടിയ കുറച്ച് ഗാന്ധിജി അല്ലാത്ത മറ്റു സമര നായകന്മാരെ കുറിച്ചാണ് ഈ ഓൾട്ടർനേറ്റീവ് പാത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 1923 സോഷ്യലിസ്റ്റ് പാർട്ടി, CR ദാസും മോത്തിലാൽ നെഹ്റുവും രൂപീകരിച്ച സോഷ്യലിസ്റ്റ് പാർട്ടി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഗാന്ധിജി മാത്രമല്ല ഒരുപാട് സമര നേതാക്കന്മാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് വേറിട്ട വഴിയിലൂടെ. CR ദാസും മോത്തിലാൽ നെഹ്റുവും നേതൃത്വം കൊടുക്കുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി 1923 വേറിട്ട വഴികളിലെ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഗാന്ധിജിയുടെ പ്രാദേശിക സമരങ്ങളും ദേശീയ സമരങ്ങളും അവസാനിച്ചതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നില്ല. അതിനുവേണ്ടി പോരാടിയ ഒട്ടനവധി സമര നേതാക്കന്മാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് വേറിട്ട വഴികൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പാത്ത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ മാത്രമേ തരുന്നുള്ളൂ. അതിൽ സോഷ്യലിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. 1923 സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റുവും നേതൃത്വം നൽകിയ പാർട്ടിയായിരുന്നു. പോരാടിയ കുറച്ച് സമര നേതാക്കന്മാരെയും അവരുടെ സംഘടനയും അവരുടെ ഓർഗനൈസേഷൻ നമ്മൾ പരിചയപ്പെടുന്നു. ഒന്ന് അഭിനവ് ഭാരത്, VD സവർക്കർ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, തെറ്റിക്കരുത്. അഭിനവ് ഭാരത് VD സവർക്കർ. 2 ഗദ്ദാർ പാർട്ടി, സൂര്യ സെന്നിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സമര നേതാക്കന്മാരുടെയും സംഘടനകളുടെയും പേര് വിവരങ്ങൾ ഒന്നും കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താം. ഒന്ന് അഭിനവ് ഭാരത്, വി.ഡി. സവർക്കർ. രണ്ട് ഗദ്ദാർ പാർട്ടി. ഒന്ന് അഭിനവ് ഭാരത്, വി.ഡി. സവർക്കർ. രണ്ട് ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ. മൂന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യസെൻ ആർമി, റാഷ് ബിഹാരി ബോസ്. ഈ 4 ആളുകളുടെ പേരുകളും 4 സംഘടനകളും ഓർത്തിരിക്കേണ്ടതാണ്. പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടാം. ആ 4 സംഘടനകളും 4 സമര നേതാക്കന്മാരും: അഭിനവ് ഭാരത്, വി.ഡി. സവർക്കർ, ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻട്രൽ ആർമി, റാഷ് ബിഹാരി ബോസ്. ഇത്തരത്തിലുള്ള സമര നേതാക്കന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കുറച്ച് തൊഴിലാളി സംഘടനകളുടെ, കുറച്ച് ലേബേഴ്സ് മൂവ്മെന്റ്, കുറച്ച് പെസൻസ് മൂവ്മെന്റ് ആ സമയത്ത് ഇന്ത്യയിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്. M.N. ജോഷിയും ലാലാ ലജപത് റായും സ്ഥാപിച്ച ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ തൊഴിലാളി സംഘടനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന. 1947 സമരങ്ങളെല്ലാം അവസാനിച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി
ഒന്നാമത്തത് മുസ്ലിം ഡൊമിനന്റ് ഏരിയയ്ക്ക് സ്വന്തമായ ഒരു രാജ്യമെന്നും രണ്ടാമത്തത് ബീഹാറിനെയും പഞ്ചാബിനെയും ഡിവൈഡ് ചെയ്യുക എന്നതാണ്. മൂന്നാമത്തത് ഈ ബീഹാറിനെയും പഞ്ചാബിനെയും ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി അതിന്റെ ബോർഡർ തിരിക്കുന്നതിന് വേണ്ടി പുതിയൊരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുക എന്നതായിരുന്നു മൗണ്ട് ബാറ്റൻ പ്ലാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ വന്നതോടുകൂടി 1949 ഇന്ത്യയും പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങളായിട്ട് മാറി സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ചെയ്തത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ച മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ. മൗണ്ട് ബാറ്റൻ പ്ലാനിലെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഇന്ത്യ രണ്ടായിട്ട് രൂപീകരിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് 1949 ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യമായി വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് 3 പ്രധാനപ്പെട്ട മേഖലകളാണ്. സമരവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് പ്രാദേശിക സമരങ്ങൾ, ദേശീയ സമരങ്ങൾ, മറ്റു വേറിട്ട വഴികൾ. പ്രാദേശിക സമരങ്ങളും ദേശീയ സമരങ്ങളും ഗാന്ധിജിയുടെ ആണെങ്കിൽ മറ്റു വേറിട്ട വഴികൾ ചർച്ച ചെയ്യുന്നത്. ഇത്രയെങ്കിലും നമ്മൾ ഇതിൽ ഓർത്തിരുന്നാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ലഭിക്കുന്ന 5 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ലഭിക്കും. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 അഹമ്മദാബാദ് മിൽ സമരം, 1918 ഖേദ സത്യാഗ്രഹം, 1919 റൗലറ്റ് ആക്ട്, 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ, 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, 1922 ചൗരി ചൗര ഇൻസിഡന്റ്, 1929 പൂർണ്ണ സ്വരാജ്, 1930 ദണ്ഡി മാർച്ച്, 1942 ക്വിറ്റ് ഇന്ത്യ, 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഈ ഓർഡറിൽ ഈ വർഷങ്ങൾ ഓർത്തിരുന്നാൽ ഇതിന്ന് ചോദിക്കുന്ന എല്ലാ ഉത്തരവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. എല്ലാം നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുമെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.